2025 ഇറങ്ങുന്നൊരു സിനിമയിൽ മമ്മൂട്ടി ശബ്ദം കൊണ്ട് മാത്രം പെർഫോം ചെയ്യുകയും മമ്മൂട്ടിയുടെ പ്രസൻസ് പൂർണ്ണമായിട്ടും AI-യിൽ ഉണ്ടാവുന്ന നമ്മളാരും മുമ്പേ പ്രതീക്ഷിച്ചിട്ടില്ല. അജു സംസാർ അജു ഒരു പെർഫോമറാണ്. ഇപ്പോൾ 25 വർഷം കഴിയുന്ന സമയത്ത് പെർഫോമിംഗ് സ്പേസിലേക്ക് കൂടി ഈ സാങ്കേതികവിദ്യയുടെ ഒരു കടന്നുവരവുണ്ടാവല്ലോ. ശരിക്കും എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം? എന്താ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നു? നമ്മളുടെ ഒരു ഓർഗാനിക് പ്രസൻസിനെ ഇത് പോസിറ്റീവായിട്ട് എന്ത് തരും എന്നുള്ളതോ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളതോ രണ്ടും ചോദ്യങ്ങളായിട്ട് നിൽക്കാം. ഇപ്പോൾ ചന്തു ഇപ്പോൾ ചെയ്യാൻ വേണം വല എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിൻ്റെ ആദ്യത്തെ സോംബി സിനിമയായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സിനിമയിൽ ലോകത്ത് കിട്ടാവുന്ന ബെസ്റ്റ് ടെക്നോളജിയുടെ സഹായത്തോടെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരു ആക്ടർക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിൽ, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം നമുക്കറിയാത്തൊരു ലോകമാണ്, അറിയാത്തൊരു ഭൂപ്രദേശം, ടെറൈനൊക്കെ മാറുകയാണ്. അവിടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരേണ്ടത് ചിലപ്പോൾ ഹ്യൂമനോയിഡ്സിനോടായിരിക്കാം, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ഉണ്ടാവാം, അല്ലെ സംസാരിക്കുന്ന പ്ലാന്റ്സ് വരെ ഉണ്ടാവാം. കൺസെപ്ഷലൈസ് ചെയ്ത് നമ്മളെ കാണിക്കുമ്പം നമുക്കറിയാം ഈ ടെക്നോളജിയുടെ എല്ലാം സഹായത്തോടെ ഇതിങ്ങനെയാണ് വരാൻ പോകുന്നത്. അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഒരു പെർഫോമറിന് കിട്ടുന്നത്.